ജനങ്ങൾക്കിടയിൽ ഉറപ്പാണ് ഞങ്ങൾ വീണ്ടും വരും. ഒരു അറ്റാക്ക് ആയിട്ടുള്ള ഒരു നേതാവായിട്ടാണ് വി ഡി എസ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും 100 സീറ്റുകൾ വാങ്ങി ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന്. തീർച്ചയായും സർക്കാരിന്റെ നേട്ടങ്ങളെക്കാൾ ഉപരി സർക്കാരിന്റെ കഴിവുകേട്, കോട്ടങ്ങൾ, അതും കേരളം പുതിയ ഇലക്ഷൻ ചൂടില്ല. 2026 പുതിയ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ കേരളത്തിലെ മുഴുവൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടേതായ പ്രവർത്തന ഗോതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം ആരാണ് കേരളം ഭരിക്കുക? എന്ത് ഐറ്റം തരംഗമാണ് ഉണ്ടാവുക? ഏത് മുന്നണിയാണ് അവരുടെ വോട്ട് ബാങ്ക് തെളിയിക്കുക? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരളം ഏത് തരത്തിലുള്ള ഒരു തരംഗത്തിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ 2026 ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള ഈ സമയത്ത് ഒരു UDF അനുകൂല അല്ലെങ്കിൽ ഒരു UDF മുന്നണിയുടെ ഒരു തരംഗം ഉണ്ടാവാനാണ് കൂടുതലും സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF ഭരണം, അതിലേറെ 10 വർഷക്കാലത്തെ LDFിന്റെ ഭരണം, ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇടത് വീണ്ടും അധികാരത്തിലേറുകയും 10 വർഷക്കാലം തുടർച്ചയായ ഭരണം കാഴ്ചവെക്കാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു 10 വർഷക്കാലങ്ങൾക്കിടയിൽ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി കോട്ടങ്ങളെ എടുത്തു കാണിക്കുന്ന സമയത്ത് അതിലുള്ള നെഗറ്റീവുകളെ എടുത്ത് സൂചിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഒരു UDF അനുകൂല തരംഗം ഉണ്ടാവാനാണ് സാധ്യത ഏറെ. പുതിയ ഒരു തരംഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു തരംഗം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ ഏത് ഗവൺമെന്റ് ഉണ്ടാവുക എന്നുള്ളതാണോ അതിൽ ഉദ്ദേശം? അതല്ല UDF തരംഗം മാത്രമാണോ അതിലൊതുങ്ങുമോ? എന്താണ് പ്രത്യേകം അതിൽ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു 5 വർഷക്കാലത്തേക്കുള്ള 2026 ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള ഈ സമയത്ത് ഭരണമാറ്റം തീർച്ചയാണ്. ഭരണമാറ്റത്തെക്കാൾ ഉപരി ഒരു UDF അനുകൂല തരംഗം ഉണ്ടാവാനാണ് സാധ്യതകൾ ഏറെയുന്നത്. അതിന് ചില ഘടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ഘടകങ്ങൾ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങളെക്കാൾ ഉപരി സർക്കാരിന്റെ കഴിവുകേട്, കോട്ടങ്ങൾ, അതും ഈ അനുകൂല തരംഗത്തിന് വളരെയധികം സാധ്യതവൽക്കരിക്കുന്നുണ്ട്. പിന്നീട് നോക്കേണ്ടത് നമുക്ക് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF മുന്നണിയുടെ ആ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് അതിനെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടും മാർക്ക് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ VDSന്റെ കൃത്യമായ നിലപാടുകൾ, കൃത്യമായ ആവിഷ്കാരങ്ങൾ, കൃത്യമായ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഭരണമാറ്റം ഉറപ്പാണെന്ന് പറഞ്ഞു. അതില് പ്രത്യേകം താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് VDSന്റെ ഒരു പ്രത്യേക നിലപാടുകളും അതൊക്കെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതില് VDS എന്ന ഒരു നിലപാട് തന്നെ ഇപ്പോ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ ബാധിക്കാം? തീർച്ചയായും VDS എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് രമേശ് ചെന്നിത്തല സാറിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ ആ സർക്കാരിന്റെ ഇലക്ഷൻ നേരിടുന്ന ഒരു രീതിശാസ്ത്രവും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന UDF സർക്കാരിന്റെ അല്ലെങ്കിൽ UDF മുന്നണിയുടെ നിലപാടുകൾ വളരെയധികം എടുത്തു വരേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് കോവിഡ് മഹാമാരി വരുന്നു, അതുപോലെ തന്നെ ധാരാളം പ്രയാസങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ജനമനസ്സ് അറിഞ്ഞുകൊണ്ട് കിറ്റ് കൊടുക്കുന്ന അത്രയും ഒരു സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിലേറെ അതിന് വളരെയധികം നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ, അതിലൊരു അഴിമതികൾ നടക്കുമ്പോൾ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ, കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ സ്പ്ലിങ്കർ അഴിമതി തുടങ്ങിയുള്ള റഫാൽ ഇടപാട്, അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളുള്ള ലാബിലിംഗ് കേസുകളെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു നിലപാട് അടിത്തട്ടിലുള്ള സമൂഹങ്ങളെ അല്ലെങ്കിൽ സമുദായങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതുള്ള ഒരു നിലപാടായിരുന്നു കൂടുതലും പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് സാർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സമൂഹത്തിന്റെ ഓരോ അടിത്തട്ടിലും കിടക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളെ കൊണ്ട് എടുത്തു കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ, വിശ്വാസപരമായ വിഷയങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തിന് പോരായ്മയുണ്ടെങ്കിൽ അത് എടുത്തു കാണിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് ആയിട്ടുള്ള ഒരു നേതാവായിട്ടാണ് വി ഡി എസ് മാറുന്നുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സമൂഹം മല പോലെ വന്നാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ മാറ്റി നിർത്തിയ സിസ്റ്റം മറ്റെല്ലാ അംഗങ്ങളും ചേർക്കണമെന്ന് പറയുന്ന സമയത്തും അദ്ദേഹം അടുത്തൊരു നിലപാടുണ്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം കോൺഫിഡന്റോട് കൂടി പറയുന്നുണ്ട്, ഈ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുമെന്നുള്ള അത്തരം ഒരു വിശ്വാസപരമായിട്ടുള്ള അത്തരം ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം മാറുന്നത്. അവസാനമായിക്കൊണ്ട് CK ജാനുവിന്റെ UDF പ്രവേശനം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, CK ജാനുവിനെ UDF മുന്നണിയിലേക്ക് എടുക്കുന്നു, PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നു. ഈ CK ജാനുവിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് മുത്തങ്ങ സമരത്തിൽ UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് UDFിനെതിരെ നിന്ന CK ജാനുവിനെ ആ UDFിന്റെ കാലത്ത് തന്നെ തിരിച്ച് UDFിലേക്ക് ചേർക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചില കാർക്കശ്യ നിലപാടുകളും ചില നയ തീരുമാനങ്ങളും UDFിനെ വളരെയധികം സ്വാധീനിക്കുകയും ഈ ഒരു സർക്കാരിന് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് തന്നെ യോഗ്യനായിക്കൊന്ന് ഒരു വ്യക്തിയായി VDS മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും 100 സീറ്റുകൾ വാങ്ങി ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന്. തീർച്ചയായും ഭരണമാറ്റം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞത് UDF 100 സീറ്റിലേറെ സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരുന്നുണ്ട്. അതൊരു അനുകൂല തരംഗത്തിനുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്.
മറ്റൊന്ന് വനവാസത്തിൽ ഞാൻ പോയിക്കൊള്ളാം, ഈ രാഷ്ട്രീയ രംഗം വിട്ടു മാറിക്കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അത്രയും തികച്ച ആത്മവിശ്വാസവും തികച്ച ബോധ്യവും എങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും എങ്ങനെ അതിന് പ്രവർത്തിക്കണമെന്നും എങ്ങനെ ആ സമുദായത്തെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ രൂപപ്പെടുത്തുന്ന ഒരു യുഗ പിറവിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായ നയ നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ് BDS എന്നുള്ളത്. അതുപോലെ സ്വാഭാവികമായും ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു, അതിലൊരു തരംഗം നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടതാണ്. അത് ഈ ഭരണത്തിന്റെ ഒരു പിടിപ്പുകേടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു പുതിയ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ മുന്നണികളും പുതിയ ഇലക്ഷനെ നേരിടുക? പ്രധാനമായിട്ടും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ പാർട്ടിയുടെയും ഓരോ മുന്നണിയുടെയും മോട്ടോകൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ തോതിലുള്ള വികസനങ്ങൾ മാറ്റങ്ങൾക്കൊക്കെ ഈ കേരളം സാക്ഷ്യമാകുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ UDF മുന്നണിയുടെ മോട്ടോ ഉണ്ടായിരുന്നു അതിവേഗം ബഹുദൂരം എന്നുള്ളതായിരുന്നു. അത്രയും വികസനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മെട്രോ ആയിക്കോട്ടെ, ഈ റോഡ് വികസനങ്ങളാവട്ടെ, റെയിൽവേ മേഖലയാവട്ടെ, പല മേഖലകളിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ വികസനം കാഴ്ചവെച്ചുകൊണ്ട് അതിവേഗം ബഹുദൂരം എന്നുള്ളൊരു മോട്ടോ വെച്ചിട്ടുണ്ടോ എങ്കിലും പിന്നീടുള്ള 5 വർഷക്കാലത്തിന് ഭരണം കിട്ടുന്നില്ല. കാരണം ആ സമയത്ത് LDF സർക്കാരിന്റെ സരിത കേസുകളും സോളാർ കേസൊക്കെ ഇട്ട് UDFനെ അറ്റാക്ക് ചെയ്ത ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 5 വർഷക്കാലത്ത് LDF ഭരിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് കൃത്യമായ മോട്ടോ സമൂഹത്തിൽ കൊടുക്കാനോ കൃത്യമായിക്കൊണ്ടുള്ള ഒരു ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വരുമെന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മോട്ടോകളും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പ്രവർത്തനങ്ങളും ആവശ്യമാണ്. അതുപോലെ തന്നെ സമൂഹത്തിനുള്ളിൽ ഞങ്ങൾക്ക് വരും, ഞങ്ങൾ അടുത്ത ഭരണം മാറും എന്നുള്ള വിശ്വാസം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് LDFന്റെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തുള്ള ഉറപ്പാണ് LDF. ജനങ്ങൾക്കിടയിൽ ഉറപ്പാണ് ഞങ്ങൾ വീണ്ടും വരും. ആ ഒരു വിശ്വാസം ഉണ്ടാകുന്ന ആ ഒരു മോട്ടോയിലൂടെ തന്നെ വോട്ടുകൾ മറിയാൻ സാധ്യതയുണ്ടാകുന്ന അത്തരം ഒരു വിശ്വാസം LDF വരും എല്ലാം ശരിയാവുന്നത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും LDF ഉറപ്പാണ് എന്നുള്ളൊരു ആ മോട്ടോ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ പ്രാവശ്യത്തെ UDF ഞാൻ മനസ്സിലാക്കുന്നത് കടക്ക് പുറത്ത്. അതായത് 10 വർഷം ഭരിച്ചുകൊണ്ടുള്ള ആ UDF മുന്നണി പറയാണ്, LDF മുന്നണിയോട് പറയാണ് നിങ്ങൾ പോകണം. കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ വാക്കാണ്? ഇത് അഹംഭാവത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾരൂപമായ പിണറായി വിജയന്റെ വാക്കുകളാണ് കടക്ക് പുറത്തുന്നത്. അത് തന്നെ UDFന്റെ ഒരു മോട്ടോ ആയി കൊണ്ട് എടുക്കുകയാണ്, നിങ്ങൾ പോകൂ, നിങ്ങൾ മാറൂ, നിങ്ങൾ പോകണം എന്നുള്ളത്. അപ്പൊ അത്തരം ഒരു മോട്ടോയിലൂടെ തന്നെ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ സ്വാഭാവികമായിട്ടും 10 കൊല്ലത്തെ ഭരണം, കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിന്റെ പിടിപ്പുകേടുകൾ മാത്രം പറയുകയാണോ, അതെല്ലാം പോസിറ്റീവ് നമ്മൾ നിരാകരിക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? അല്ലെ, ഈ UDF അധികാരത്തിൽ വരുന്നത് UDFന്റെ കഴിവുകൊണ്ട് മാത്രമാണ് വരുന്നില്ല. UDFന്റെ കഴിവിനേക്കാൾ ഉപരി LDFന്റെ കഴിവുകേടാണ്. LDFന്റെ കഴിവുകേടാണ് ഇതിന് വളരെയധികം ഒരു വളം വെച്ച് കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് ആദ്യത്തെ 5 വർഷക്കാലം കുറച്ചുകൂടി വികസനങ്ങളും കുറച്ചുകൂടി പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയും വളരെ ചില നിലപാടുകൾ PM-ശ്രീയെ പോലെയുള്ള സംഘപരിവാറിന്റെ പോലീസിലെ കാവ്യവൽക്കരണത്തെ കുറിച്ചുള്ള അത്തരം ഒരു നിലപാടുകളും അങ്ങനത്തെ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ കഴിവുകേടുകൾ മാത്രമാണ്. അപ്പൊ ആ കഴിവുകേടും കൂടി UDF സർക്കാരിന് UDF ഒരു സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യാശിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവുകൾ ഈ ഗവൺമെന്റിന് ഉണ്ട് എങ്കിലും ഒരു ഭാഗത്ത് പല നെഗറ്റീവ്സ് നമുക്ക് കാണിക്കാൻ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് അങ്ങനെ പല സംഗതികൾ ഇതിനെ നമുക്ക് വിവാദങ്ങളാണ് കേൾക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പുതിയ ഇലക്ഷനെ നേരിടുന്നതിൽ LDF മുന്നണി ചെറിയൊരു ഭയം വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോ കേരളത്തിൽ സാമുദായിക യാത്രകൾ നടന്നു, ഈ 2 സംഘടനകളുടെ യാത്രകൾ നടന്നു. അതൊരു വൻ യാത്രകളായിരുന്നു. അതിലൊക്കെ രാഷ്ട്രീയ പ്രതിനിധികളെ, നേതാക്കന്മാരെ ക്ഷണിക്കുന്നു, അവർ ഉദ്ഘാടനം ചെയ്യുന്നു, അങ്ങനെ അതിൽ സംസാരിക്കുന്നു. പക്ഷെ അതിലൊക്കെ നമ്മൾ പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ കണ്ടതാണ് ഒരുപാട് വർഗീയത എതിരെ പറയുന്നു, അതുപോലെ ഉള്ളിലൂടെ രാഷ്ട്രീയ ഒളിയമ്പുകൾ നൽകുന്നു. ഇതൊക്കെ അവർ പുതിയ ഭരണത്തെ ചൂണ്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അതിലൂടെ അവർ ചെറുതായ ഒരു ഭയം അവർക്ക് വന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമില്ല. LDF സർക്കാരിന് ഞങ്ങൾ ഭരണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാജയ രീതിയിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സർക്കാർ ഞങ്ങൾക്ക് രൂപീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തിലേക്കല്ല LDF മുന്നോട്ട് പോകുന്നത്. നമുക്ക് സീതാവൂദൊക്കെ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, LDFനെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമെന്നൊരു എളുപ്പമാണ്, പക്ഷേ തോൽപ്പിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വളരെയധികം പ്രയാസമാണ് പറഞ്ഞ പോലെ. പക്ഷെ എങ്കിലും LDF ഞങ്ങൾക്ക് മുന്നണി ഞങ്ങൾ മാറുമെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം രൂപീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ല ഉള്ളത്. തിരുത്ത ശക്തി ആയിക്കൊണ്ട് പല മുന്നണിയിലെ പല പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ വാസ്തവീകരിക്കുകയും നമ്മളത് മനസ്സിലാക്കേണ്ടതുമാണ്. കാരണം PM-ശ്രീ എന്ന വിദ്യാഭ്യാസ മേഖലയെ സംഘവൽക്കരിക്കുന്ന രീതിയിലേക്ക് വന്ന സമയത്ത് CPI അതിനെ ശക്തമായി എതിർക്കുകയും അതിന് മന്ത്രിസഭാ രൂപീകരണത്തിന്, മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ CPI പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കാനം രാജേന്ദ്രന് ശേഷം ബിനോയ് വിശ്വം എന്ന വലിയൊരു ശക്തനായ നേതാവ് തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും
CPM-ന്റെ ഇത്തരം ഒരു സംഘപരിവാര നടപടികൾ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ LDF CPM-ന്റെ ചില പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനെ അവതാളത്തിലാക്കുന്നുണ്ടെങ്കിലും തിരുത്ത ശക്തിയായിക്കൊണ്ട് CPI-കളും മറ്റു മുന്നണി പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി തന്നെയാണ്. എന്നിരുന്നാലും CPM-ന്റെ ചില കോട്ടകൾ CPM ചെങ്കോട്ടയായിക്കൊണ്ട് നിൽക്കുകയും പിന്നെ ഈ ഇത്തരം കഴിവുകേടുകളൊക്കെ UDF എങ്ങനെ അനുകൂലമായി എടുക്കും എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ഒരു അനുകൂലമായ ഘടകങ്ങളും കൂടി പോസിറ്റീവ് ആയാൽ ഒരു UDF തരംഗത്തിന് സാധ്യതയും LDF-ന്റെ വിജയങ്ങൾക്ക് നിറം കെടുത്തുന്ന അല്ലെങ്കിൽ വിജയങ്ങൾക്ക് അവസാനിക്കുന്ന 10 വർഷക്കാലത്തുള്ള ആ ഒരു ഭരണത്തിന് സ്റ്റോപ്പ് ഇടാനും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സമാനമായി സാമുദായിക പ്രസ്ഥാനങ്ങൾ നടത്തിയുള്ള 2 യാത്രകൾ, ആ 2 യാത്രകളിലും മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ പറയുന്നതൊന്നും പ്രവർത്തിക്കൊന്നും എന്ന രീതിയാണ്. പക്ഷെ അതിനൊക്കെ കൃത്യമായിക്കൊണ്ട് VDS എന്ന VD സതീശൻ സാർ കൃത്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നുണ്ട്. സമുദായത്തിന് വർഗീയത പറയുകയും വർഗീയതയ്ക്കെതിരെ പറയുകയും വർഗീയത കാറിൽ കെട്ടുന്ന രീതി ശാസ്ത്രങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ വളരെ കുറഞ്ഞ സമയങ്ങളെ ഉള്ളുവെങ്കിലും കൃത്യമായിക്കൊണ്ട് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും പറയുമ്പോൾ ഒരു ദിശാമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഭാവി ആരുടേതാണ് എന്നുള്ളത് തന്നെ ആ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പകച്ചു എന്ന് ആൾക്കാരെ ധരിപ്പിക്കാതെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പകച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയന്നിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്, പ്രസംഗങ്ങളാണ് പിന്നീട് എന്നുള്ള ഡിസിഷൻ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കുന്നുള്ളത്. അവസാനമായി നമുക്ക് പറയാനുള്ളത്, ലോക്കൽ ബോഡി ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു തരംഗമുണ്ടായി, ഇനി പുതിയ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു തരംഗമുണ്ടാവും. അതിലൊക്കെ സാധാരണക്കാരാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഒരുപാട് വികസനത്തിലുപരി സാധാരണക്കാരെ എങ്ങനെ അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് ഓരോരുത്തരും നോക്കുക. എനിക്ക് ഈ ഗവൺമെന്റ് എന്ത് തന്നു, ഇപ്പോൾ പെൻഷൻ ആവട്ടെ, അങ്ങനെ മറ്റുള്ള റേഷൻ മറ്റു സംഗതികളൊക്കെ ആവട്ടെ, അത് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് ഓരോരുത്തരും നോക്കുക. ഇപ്പോ ഈ ഗവൺമെന്റ് വിശ്വാസ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നു, അതുപോലെ വർഗീയത ഉറഞ്ഞു തുള്ളുകയാണ്, അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ആയിരിക്കും വരുന്ന ഇലക്ഷനെ ബാധിക്കുക? തീർച്ചയായും വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ രൂപീകരണത്തിലും ഇലക്ഷനിലും പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം എന്നുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൃത്യമായി ബാധിച്ചു എന്നുള്ളതും എങ്ങനെ അത് പ്രതിഫലിച്ചു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പെൻഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ സാലറി വർദ്ധിപ്പിക്കുന്ന രീതിയിലൊക്കെ ചില അവസാനം മിനിക്കുപണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി നടപ്പിൽ വരുത്താനുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാലും ചില പ്രവർത്തനങ്ങൾ, ചില സർക്കാരിന്റെ നീതികേട് അർഹിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നാമത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടകലർന്നു എന്നുള്ളതാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ സാമുദായികമായിട്ടുള്ള പല വിഷയങ്ങളിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മോശമായിരുന്നു. കാരണം ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള ഭൂരിഭാഗം കേരളത്തിൽ വിശ്വാസികളുള്ള ഈ കേരളത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ കളിച്ച കളി അത് തീക്കളിയായിക്കൊണ്ട് മാറും എന്നത് ഉറപ്പാണ്. പിന്നീട് മനസ്സിലാക്കേണ്ടത് PV അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം സംഘപരിവാർ അഥവാ പോലീസിലെ കാവ്യവൽക്കരണത്തെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്തിട്ടുള്ളതും എന്നിട്ട് ആ CPM-ന്റെ LDF മുന്നണിയിൽ നിന്നും പുറത്തു ചാടിയുള്ള ആരാണ് PV അൻവർ. ആ PV അൻവർ ഇന്നും പറയുന്ന രാഷ്ട്രീയം എന്താണ്? പോലീസിലെ സംഘവൽക്കരണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ വാക്കുകളും പ്രഖ്യാപനങ്ങളുമാണ്. ആ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ UDF മുന്നിലേക്ക് എടുക്കുകയും സ്ഥാനാർത്ഥിത്വം ഫസ്റ്റ് ബേപ്പൂരിൽ കൊടുക്കുകയും ചെയ്തു. ആദ്യ സ്ഥാനാർത്ഥി ബേപ്പൂരിൽ പ്രഖ്യാപിക്കുന്നത് തന്നെ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിനെതിരെ, പോലീസിലെ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പിണറായിസത്തിന്റെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ പ്രധാനമായും അഡ്രസ് ചെയ്യാതെ അതിലെ ദോഷഫലങ്ങളെ കുറിച്ചും അതിന്റെ നെഗറ്റീവുകളെ കുറിച്ചും ഇന്ന് UDF സർക്കാർ എടുത്തുകൊണ്ടുവരികയും അതിന്റെ അഴിമതിയാവട്ടെ, വർഗീയതയാവട്ടെ, മറ്റു വിഷയങ്ങൾ സംഘീയവൽക്കരണമാവട്ടെ തുടങ്ങിയ വിഷയങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള കാവ്യവൽക്കരണമാവട്ടെ, അത്തരം വിഷയങ്ങളൊക്കെ UDF മുന്നണികൾ എടുത്തുകൊണ്ടുവരികയും അതിനെ സമൂഹത്തിന് മുമ്പിൽ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ LDF സർക്കാരിന്റെ ഇത്തരം വികലമായിട്ടുള്ള അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള ചിന്തകൾക്കെതിരെ, പ്രവർത്തനങ്ങൾക്കെതിരെ ജനം മാറി ചിന്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ഒരു ഭാവിയിലേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു പുതിയ ഇലക്ഷനെ നേരിടുമ്പോൾ നമുക്ക് ഭാവിയിൽ കാണാം ആരാണ് വരുന്നത് എന്ന്. ഇപ്പോ നിയമസഭാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെയുള്ള പ്രസംഗങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരാൾ വീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവായ കുഞ്ഞാലിക്കുട്ടി സാർ പറയുന്നുണ്ട്, ബജറ്റ് ഗവൺമെന്റ് അവതരിപ്പിച്ചു, ആ ബജറ്റ് ഒരിക്കലും നടപ്പാവാൻ പോകുന്നില്ല, പുതിയ ബജറ്റ് UDF മുന്നണി അവതരിപ്പിക്കും, അതായിരിക്കും നടക്കുക എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ കൂടുതലുള്ള വിശ്വാസത്തെ കാണിക്കുന്നുണ്ട്. എങ്കിലും LDF മുന്നണി അവരുടേതായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ വോട്ട് ബാങ്ക് ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏത് മുന്നണിയാണ് ഭരണത്തിലേക്ക് വരിക എന്നുള്ളതും ഏത് തരംഗമാണ് ഉണ്ടാവുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം.